മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ കുടുംബാംഗങ്ങളെ, മാതാവിനെ പിടിച്ചത് സിസ്റ്റർ മാതാവിനെ പിടിച്ച് പറയാൻ തന്നെ വിചാരിച്ചത്. നിങ്ങൾ ചോദിച്ചു, ഇനി നിങ്ങൾ ആ ചോദ്യങ്ങളൊക്കെ ഒന്ന് നിർത്തുമോ? ഞാൻ സിസ്റ്റർ ഒന്ന് സംസാരിക്കട്ടെ. മാതാവ് കൂടെയുണ്ട്, പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ. ശരി, നിങ്ങൾ ഇത്ര നേരം സംസാരിച്ചതിൽ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ, വേദനകൾ, ഒന്നുമില്ലാത്ത അവസ്ഥ, ഒരു നേരത്തെ ഭക്ഷണം വയ്ക്കാൻ പോലും ചിലപ്പോൾ സാധ്യമല്ലാത്ത അവസ്ഥ. സിസ്റ്ററിനെ ഒന്ന് നോക്കുക. വലിയ ആഗ്രഹങ്ങളാണ്. ഈ ശുശ്രൂഷയ്ക്ക് ഇപ്പോൾ ഫുൾ ടൈമറായിട്ട് 8 വർഷം കഴിഞ്ഞു. 9ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും ഒരു ക്യാമറ, ഒരു 50,000-ൻ്റെ ക്യാമറയൊക്കെ കിട്ടണം നല്ല ആഗ്രഹമുണ്ട്. അങ്ങനെ കൊണ്ട് നടക്കുന്നവരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഒരു ക്യാമറ ഇല്ല. ഒരു സിമ്പിൾ ഫോണിലാണ് ഒരു കാല് ഇവിടുന്ന് ഒരു സിസ്റ്റർ തന്താത് വെച്ചിട്ടാണ് സിസ്റ്റർ എടുക്കുന്നത്. ഒരു സ്റ്റുഡിയോ, അറ്റ്ലീസ്റ്റ് കോൺവെൻറ്റിൽ ഒരു മുറിയെങ്കിലും കിട്ടണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്, കുറേ ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ പരിശുദ്ധാത്മാ പറയാണ്, കോൺവെൻറ്റിൻ്റെ വരാന്തയിൽ ചെന്നു, ഇവിടെ ഒരു ട്യൂബ് ലൈറ്റ് പോലും ഇല്ല. അപ്പോൾ അവിടെ നിന്ന് ഇത് പറയാണ് പരിശുദ്ധാത്മാവ്. അങ്ങനെ പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അന്ന് എങ്ങനെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു തന്നോ അങ്ങനെ തന്നെയാണ് ഇന്നും ചെയ്യുന്നത്. മഴയില്ലാത്തപ്പോൾ മരങ്ങളുടെ അവിടെ ചെന്ന് നിൽക്കുന്നു, മഴയുള്ളപ്പോൾ ഇങ്ങനെ കോൺവെൻറ്റിൻ്റെ പുറത്ത് ഇങ്ങനെ വാതിൽ കിടക്കുന്നിടത്ത് നിന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ലൈറ്റില്ല, ടെക്നീഷ്യന്മാരില്ല, കൂടെ നടക്കാൻ ആരുമില്ല, ഇനി ഇത് ടൈപ്പ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരുമില്ല. പക്ഷേ ഇത്രയും വർഷങ്ങൾ, ലോകാതിർത്തികൾ വരെ ഈ കൊച്ചു വീഡിയോൻ്റെ വചനങ്ങൾ എത്തിയെങ്കിൽ ഈ മാതാവിനെയും കൊണ്ട് പോകാത്ത സ്ഥലങ്ങളില്ല. മാതാവിനെയും കൊണ്ട് എൻ്റെ അമ്മയും കൊണ്ടാണ് ഞാൻ എപ്പോഴും യാത്ര ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, അമ്മയും കൊണ്ട് നടക്കുന്ന സിസ്റ്റർ എന്ന് നിങ്ങൾ പറയും. വഴിയിൽ വെച്ച് കാണുമ്പോൾ പലരും ചോദിക്കും, സിസ്റ്റർ വെറും കൈയായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു സുഖമില്ല, സിസ്റ്ററിൻ്റെ മാതാവ് എവിടെ, സിസ്റ്ററിൻ്റെ അമ്മ എവിടെ, എൻ്റെ അമ്മ എവിടെയെന്ന് നിങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സിസ്റ്ററിനോട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മളെ പരിപാലിക്കുന്ന ഈശോ, അതുകൊണ്ടല്ലേ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 6 പറഞ്ഞത്, കാക്കകളെ നോക്കുവിൻ, വയൽ ലില്ലികളെ നോക്കുവിൻ. വെറുതെ വായിച്ച് ധ്യാനിക്കുമ്പോൾ ഇപ്പോൾ ജീവിതത്തിൽ ഇത് മനസ്സിലാവുകയാണ്. ഈ ഒരു ഉത്തരം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമാകുമെന്ന് സിസ്റ്റർ ചിന്തിക്കുകയാണ്. നിങ്ങൾ കുറച്ചു നേരം ഒന്ന് സംസാരിക്കാതിരുന്ന് നിങ്ങളുടെ ദുഃഖങ്ങൾ മറന്ന് ഈ വീഡിയോ ഒന്ന് കേൾക്കുക. പരിശുദ്ധാത്മാവ് ഇതിലൂടെ ശക്തമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം തരുന്നുണ്ട്, അനുഗ്രഹം തരുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജപമാല കോട്ട, വിശുദ്ധി കോട്ട, പ്രാർത്ഥനാ കോട്ട എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.